കുടുംബം ഒരു സാധാരണ കുടുംബത്തിന് തോന്നുന്നത് പോലും അധികാരികൾക്ക് തോന്നുന്നില്ലെങ്കിൽ പിന്നെ എന്തു പറയാനാണ്? കേരളം ഇടപെട്ടത് നമ്മൾ ഓർത്തു നോക്കണം. 18-ാം തീയതി അറിയിച്ചിട്ട് ഇന്ന് 17-ാം തീയതി അറിയിച്ചിട്ട് ഇന്ന് 20 പോലും കൃത്യമായൊരു വിവരം നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ അവിടെ സംഘമുണ്ട്, ആക്റ്റീവാണെന്നൊക്കെ പറയും. നമുക്ക് ശ്രീജിത്തിലേക്ക് പോകാം. ശ്രീജിത്ത്, നേരത്തെ ജിതിൻ, അതായത് ഈ സഹോദരി ഭർത്താവ് ശ്രീജിത്തിനോട് പ്രതികരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അവിടെ എന്താണ് MVD അവിടെയുണ്ട്, പോലീസ് സംഘമുണ്ട്. അവരൊക്കെ എന്താണ് ഇപ്പോൾ പറയുന്നത്? കൃഷ്ണരാജ്, എന്തായാലും തിരച്ചിൽ തുടരുകയാണ്. എന്തായാലും ആ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം സംഭവ സ്ഥലത്തേക്ക് തന്നെ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഇത് ഉത്തര കന്നഡയിലെ അഡീഷണൽ SP ജയകുമാർ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. അല്പസമയം മുൻപ് ആ ഉന്നത ഉദ്യോഗസ്ഥനോട് ഇത്തരത്തിൽ എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്ന് ചോദിക്കുമ്പോൾ സമാധാനപരമാണ്, പീസ്ഫുൾ എന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരിക്കാൻ അവർ തയ്യാറായില്ല. എന്തായാലും ഈ കാണുന്ന പ്രദേശത്ത് നിന്നും 2 കിലോമീറ്റർ മാറിയാണ് ഇത്തരത്തിൽ ഈ മണ്ണിടിച്ചിലുണ്ടായത്. അതിനാൽ തന്നെ ആ പ്രദേശത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല. നാട്ടുകാരെ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം മാത്രമാണ് ആ മേഖലയിലേക്ക് കടത്തിവിടുന്നത്. അതോടൊപ്പം തന്നെ ഇടയ്ക്ക് ഈ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഈ പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരന്തരം പരിശോധിച്ചാണ് ഓരോ വാഹനങ്ങളും കടത്തിവിടുന്നത്. ആ പ്രദേശത്ത് മണ്ണിടിച്ചിലിനുള്ള ഒരു സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നിലവിൽ പോലീസ് നൽകുന്നുണ്ട്. പക്ഷേ വലിയ ദൗത്യസംഘം അവിടെയുണ്ട്. അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് ആ ലോറി കിടക്കുന്ന സ്ഥലത്തെത്താൻ 100 മീറ്ററിലധികം മണ്ണ് മാറ്റിയാൽ മാത്രമേ എത്താൻ കഴിയുമെന്നാണ് നിലവിൽ ഇത്തരത്തിലുള്ള ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. മറിച്ച് പക്ഷേ ജിതിൻ പറയുന്നത് 15 മീറ്റർ മാത്രം ഇനി കുഴിച്ചാൽ ആ പ്രദേശത്ത് എത്താമെന്നാണ്. കാരണം ജിതിൻ ഈ 3 ദിവസമായി തന്നെ ഇവിടെയുണ്ട്. കാരണം 16-ാം തീയതി 8:30 ഇത്തരത്തിൽ ഒരു മണ്ണ് ഇടിച്ചിലുണ്ടാകുന്നത്. അതിനുശേഷം അടുത്ത 17-ാം തീയതി ആയിരുന്നു ജിതിൻ ഈ പ്രദേശത്ത് വന്നത്. പിന്നീട് 18-ാം തീയതിയും 19-ാം തീയതി 20-ാം തീയതി ഇന്നും ഉൾപ്പെടെ ജിതിൻ ഇവിടെ ഈ രക്ഷാപ്രവർത്തകരുടെ ഭാഗമായി ആ GPS സിഗ്നൽ ലഭിച്ച സ്ഥലം വ്യക്തമായി തന്നെ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ഇവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ പ്രദേശത്ത് കൂടുതൽ പോലീസ് ഉൾപ്പെടെ എത്തി കൂടുതൽ പരിശോധന നടത്തുകയാണ്. 9 മണിയോടെ തന്നെ ഈ റഡാർ സംവിധാനം ഈ പ്രദേശത്ത് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. കാരണം റഡാർ സംവിധാനം എത്തിക്കുകയാണെങ്കിൽ ഈ ഭൂമിക്കുള്ളിൽ ഉള്ള വസ്തുവിൻ്റെ സിഗ്നൽ ലഭിക്കും. ആ വസ്തുവിലേക്ക് അതിവേഗത്തിൽ എത്താൻ കഴിയും. അത്തരത്തിൽ ലോറി കണ്ടെത്തുകയാണെങ്കിൽ പിന്നീടുള്ള പരിശ്രമത്തിലൂടെ വേഗത്തിൽ ഈ അർജുനെ പുറത്തെത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും ദൗത്യസംഘവും. പക്ഷെ ദൗത്യസംഘം 16-ാം തീയതിയും അതോടൊപ്പം തന്നെ 17-ാം തീയതി ഈ കുടുംബമെല്ലാം പരാതി നൽകുന്ന ദിവസങ്ങളിൽ തന്നെ അതിവേഗത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അർജുനെ കണ്ടെത്താമായിരുന്നു. ഇപ്പോഴും നിലവിലും ഈ കുടുംബ അംഗങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതീക്ഷയിലാണ്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത്, ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു, ഈ അർജുൻ ഒരു ചായക്കട കേന്ദ്രീകരിച്ചാണ് ഈ വാഹനം നിർത്തി കിടന്നുറങ്ങി പുലർച്ചെ എണീക്കുക എന്നായിരുന്നു അർജുൻ്റെ ലക്ഷ്യം. അത്തരത്തിൽ ആ ചായക്കടയിൽ ഉണ്ടായിരുന്നവർ എന്തായാലും 5 പേരും നിലവിൽ മരണപ്പെട്ടിട്ടുണ്ട്. ബാക്കി 2 പേരുടെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത് ആ സ്ഥലത്തെ ഒഴുക്കിൽപ്പെട്ടവരാണ്. അതോടൊപ്പം തന്നെ ഈ അർജുനോടൊപ്പം തന്നെ 2 പേരും ഈ മണ്ണിനടിയിലുള്ളതായും ഈ അധികൃതർ പറയുന്നുണ്ട്. എന്തായാലും ഈ അർജുൻ്റെ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ സംവിധാനങ്ങളോടുകൂടി ഈ കർണാടക ദൗത്യസംഘം ഇവിടെ എത്തി പരിശോധന നടത്തുന്നത്. ഇന്നലെയും വലിയ പരിശോധന നടത്തിയിരുന്നു. പ്രധാനമായും വെല്ലുവിളി ഈ മണ്ണിടിച്ചിലാണ്. ഈ എനിക്ക് പുറകിൽ കാണുന്ന ദൃശ്യങ്ങളിൽ അറിയാൻ കഴിയും, അതൊരു ചതുപ്പ് മണ്ണാണ്. മഴ ലഭിക്കുമ്പോൾ ഈ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിൽ തന്നെ കാണാം പല ഘട്ടങ്ങളിലായി ഈ മണ്ണ് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ മുകളിൽ നിന്നും ഈ വൃക്ഷങ്ങളും അതോടൊപ്പം തന്നെ ഈ പാറക്കല്ലുകളെല്ലാം ഇത്തരത്തിൽ ഈ താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അത്തരത്തിൽ വലിയ പാറക്കല്ലുകൾ ഈ ലോറിയുടെ ഗ്ലാസിൽ ഇടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും അർജുൻ ആ ലോറിക്കുള്ളിൽ സുരക്ഷിതനായിരിക്കും. പക്ഷേ ഈ വലിയ പാറക്കല്ലുകൾ വന്ന് ഈ കണ്ണാടിയിലേക്ക് ഇടിക്കുകയോ മറ്റ് അപകടങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ എന്തായാലും നാം പ്രതീക്ഷിക്കാത്ത സംഭവം തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ വലിയ പ്രതീക്ഷയിലാണ് ഈ കുടുംബവും അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജിതിനെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു.
തീർച്ചയായും അത്തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ജിതിനെ ആ സ്ഥലത്ത് ഉടൻ തന്നെ എത്തുവാൻ കഴിയുമെന്നാണ് നിലവിൽ പ്രതീക്ഷ. കാരണം SP ഉൾപ്പെടെയുള്ള അഡീഷണൽ SP ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. ഇനി അവരുടെ അനുവാദത്തോടു കൂടിയായിരിക്കും ജിതിനെ അകത്തേക്ക് കയറ്റി വിടുക. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ ഈ പ്രദേശത്ത് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി വലിയ ഒരു ദൗത്യമാണ് ഈ ദൗത്യസംഘത്തിന് മുന്നിലുള്ളത്. കാരണം വലിയൊരു കുന്നാണ് ഇടിഞ്ഞ് ഇത്തരത്തിൽ ഈ ലോറിക്ക് പുറത്തേക്ക് വീഴുന്നത്. അതോടൊപ്പം തന്നെ നാം സൂചിപ്പിച്ചിരുന്നതാണ് ഈ മറ്റൊരു ടാങ്കറും ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗ്യാസ് സിലിണ്ടർ നിറച്ചു വന്ന ടാങ്കർ ഇത്തരം ഒഴുക്കിൽപ്പെട്ട് ഗംഗാവാലി സമീപത്തെ നദിയായ ഗംഗാവാലിയിലേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. ആ പശ്ചാത്തലത്തിലായിരുന്നു തുടക്കം ദൗത്യസംഘം ആ പുഴ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടത്തിയത്. പക്ഷേ ആ പരിശോധനയിൽ എന്തായാലും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം എന്തായാലും ഈ വാഹനം പെട്ടിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് ഈ കുന്നിടിഞ്ഞ് വീണ് ഈ നദി മുഴുവൻ നിറഞ്ഞു കവിഞ്ഞൊഴുകി സമീപത്തുള്ളവർക്കും ഒരാൾ ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ തന്നെ എത്രത്തോളം വലിയ മണ്ണിടിച്ചിലാണ് ഈ പ്രദേശത്തുണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ദേശീയപാത അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടതായി നാട്ടുകാർ പറയുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു കുന്നുപ്രദേശത്തെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഈ കാണുന്ന മുഴുവൻ പ്രദേശത്തും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ കിലോമീറ്ററുകളോളം ഇത്തരം മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സ്ഥിരം സ്ഥലമാണെന്നും ഈ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും നാട്ടുകാരെ ഉൾപ്പെടെ ഇവിടെ തടയുന്നുണ്ട്. അവർ ജോലിയുടെ ആവശ്യവുമായും മറ്റുമെല്ലാം ഇത്തരം ഈ നാട്ടുകാരും നിലവിൽ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുകയോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയോ ചെയ്യാത്തൊരു സാഹചര്യവും നിലവിലുണ്ട്. എന്തായാലും ഇന്നും തിരച്ചിൽ നിലവിൽ തുടരുകയാണ്.